പ്രൈവറ്റ് ബസ്സുകളിലെ പാട്ടുകൾ പിന്നെ അധികവും ഇപ്പം ടി വി ഒഴിവാക്കിയിട്ട് വീഡിയോ പരിപാടികളിൽ ഒഴിവാക്കിയിട്ട് ഓഡിയോ മാത്രമാക്കിയ ബസ്സുകൾ മുന്നേ രണ്ട് മൂന്ന് ബസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ടി വി. അത് ചിലപ്പോൾ ലോങ് റൂട്ട് പോകുമ്പോൾ എല്ലാം ടി വി ഒക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പിന്നെ കഴിഞ്ഞ ദിവസം ആർ ടി ഒ പറഞ്ഞതാണ് ഈ ഓഡിയോ സിസ്റ്റം ഒഴിവാക്കണമെന്ന്, രണ്ട് മൂന്ന് പരാതിയൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ ഓഡിയോ സിസ്റ്റം ഒഴിവാക്കാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പകുതി മുക്കാൽ പാസഞ്ചേഴ്സിനും ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ വരുന്നുണ്ട്. അതായത് പിന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് പിന്നെ വെക്കുന്ന ബസ്സിൽ വെക്കുന്ന ആംപ്ലിഫയറിൽ നിങ്ങൾ പിന്നെ ട്രബിൾ കൂട്ടി വെച്ചിട്ട് ഒരു പാട്ടിന് അത്രയും വെറുക്കുന്ന രീതിയിലായിരിക്കും ആ പാട്ടിൻ്റെ സൗണ്ടും അതേപോലെ തന്നെ ആ പാട്ടിൽ വരുന്ന മണിച്ചലും ഉണ്ടാവുക. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാസ് ട്രബിളൊക്കെ എന്താ പറയണ്ടേ, അത്യാവശ്യം പിന്നെ ആൾക്കാർക്ക് പിന്നെ എന്താ പറയണ്ടേ കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ കുഴപ്പമില്ലാത്ത രീതിക്കുള്ള വോളിയത്തിൽ വെക്കണം. ഇത് ഞാനൊരിക്കൽ കണ്ണൂർ വരെ പിന്നെ ലിമിറ്റഡ് ധർമ്മശാലക്ക് നിന്ന് കണ്ണൂർ വരെ ലിമിറ്റഡ് ഷോപ്പിന് കയറിയാൽ ഭയങ്കരമായിട്ടില്ല, അത്ര ഇറിറ്റേഷൻ. കേട്ട നല്ല പോലത്തെ പാട്ടൊക്കെ ഭയങ്കര വോളിയത്തിൽ വെച്ചിട്ട് എന്നാ പറയുന്നത് ചില്ലറ ഉണ്ടെന്ന് പറയുന്ന പോലും കേൾക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം മറ്റൊരു കോൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അമ്മാതിരി വെച്ചാൽ കുറക്കാൻ പറഞ്ഞാൽ കുറക്കില്ല, എന്തെങ്കിലും ആയിട്ട് അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇത് മാക്സിമം എന്ന് പറഞ്ഞാൽ ആ ട്രിബിൾ കുറച്ച് വെച്ചാൽ തന്നെ ഒരു വെറുപ്പിക്കുന്ന രീതി ഒഴിവാക്കാം. ഇത് ട്രിബിൾ മാത്രം കൂട്ടി മണിച്ചൽ ഭയങ്കരമായിട്ടുള്ള മണിച്ചൽ, അതേപോലെ ബാസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഭയങ്കരമായിട്ടുള്ള മണിച്ചൽ ഇട്ടിട്ട് ട്യൂട്ടറിലാണ് കൂടുതൽ ഇതിൻ്റെ സൗണ്ട് കൊടുക്കുന്നത്. ട്യൂട്ടറിലേക്കാണ് ഇത് വരിക. ഇത്രയും വലിയ എന്താ പറയണ്ടേ സീറ്റിൻ്റെ അടിയിലൊക്കെ ഈ വലിയ ബോക്സ് വെച്ചിട്ട് അതിൻ്റെ അകത്തൊന്നും കേൾക്കുന്നതൊന്നും കാണില്ല. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവർക്ക് ഈ പിന്നെ ആങ്സൈറ്റി പോലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ സൗണ്ട് കൂടുതലുണ്ടാകുമ്പോൾ ഭയങ്കര കുഴപ്പമാണ്. പിന്നെയെന്ന് വെച്ചാൽ എല്ലാവരും ഒരേ മൂഡിലായിരിക്കില്ല ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടാവുക. ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ ഈ ഒരു മണിച്ചൽ കൊണ്ട് തന്നെ ആൾക്കാർക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത് ഒഴിവാക്കാൻ പറഞ്ഞാൽ ഒഴിവാക്കിയല്ലേ പറ്റൂ. ഇനിയിപ്പം പ്രൈവറ്റ് ബസ്സുകളിലൊന്നും ഇനി ഓഡിയോ പിന്നെ പ്ലെയറും അതേപോലെ തന്നെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഫൈൻ വരാൻ ചാൻസ് ഉണ്ട്. രണ്ട് ദിവസം വരെ സമയം കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം റിമൂവ് ആക്കണം. ഒന്നാമത് നിങ്ങൾ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നതുകൊണ്ടാണ് ആർ ടി ഒ ഇതേപോലെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നത്.